അപ്പൊ എനിക്ക് 2 കോസ്റ്റ്യൂം വന്നു. ചന്ദന കളർ ഇടാം, ബിൻസി പോകുമ്പോ ബിൻസി അതല്ല ഇട്ടത്, അപ്പൊ ഏകദേശം അങ്ങനത്തെ സെറ്റപ്പ് ആയിക്കോട്ടെ പറഞ്ഞു ഞങ്ങൾ. അപ്പൊ ചേച്ചിയുടെ മനസ്സിൽ എവിടെയൊക്കെയോ പുറത്തേക്ക് പോവാന്നൊരു തോന്നലുണ്ടായിരുന്നു? അല്ല, തോന്നലല്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവിടെ നിന്ന് വരുമ്പം തന്നെ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഒരാഴ്ച അതിൽ കൂടുതൽ നിനക്ക് നിൽക്കാനേ പറ്റില്ല. ദിലീപേട്ട, അതൊരു ശരിയായ തീരുമാനമായിരുന്നില്ല. ഭാര്യനെ അങ്ങനെയാണോ പറഞ്ഞു വിടണ്ടേ? 100 ദിവസം നീ എവിടെ പോയി വരുമെന്നല്ലേ പറയുന്നത്? പുള്ളിക്ക് ഈ പരിപാടി എന്താണ്, ഞാൻ എന്താണ്, പിന്നെ പ്രേക്ഷകരെങ്ങനെയാണ്, ഇതൊക്കെ അറിയുന്നൊരു ഈ ഫീൽഡിലുള്ള ഒരാളാണല്ലോ. അപ്പൊ എന്നേക്കാൾ കൂടുതൽ മനസ്സിലാക്കിയ ഒരാളാണെന്നുള്ളൊരു അഭിമാനം എനിക്കിപ്പോൾ ഉണ്ട്. കാരണം ഞാൻ അവിടെ ചെന്ന് ഈ പറഞ്ഞതുപോലെ നമുക്കറിയാം ഓരോ ദിവസവും നമ്മൾ പെർഫോം ചെയ്യുന്നു, അല്ലെ കാര്യങ്ങളിൽ ഇടപെടുന്നു. അപ്പോൾ ഓരോ പരിപാടിക്ക് ഇപ്പോൾ ഒരു കോമഡി പ്രോഗ്രാം ആണെങ്കിൽ അതിൽ കോമഡി കണ്ടന്റ് വേണം. ഇപ്പൊ BB ഹൗസിന്റെ ഒരു കണ്ടന്റ് മേക്ക് ഇതുണ്ട്. അപ്പം എനിക്ക് തന്നെ ഫസ്റ്റ് ഇതായപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നെ അവിടെ ഉള്ളവർക്കും മനസ്സിലായി. അവിടെ എങ്ങനെ വെച്ചാൽ ഒരാൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവരൊന്ന് പ്രൊവോക്ക് ചെയ്യാം, എന്നിട്ട് വെറുതെ ഒക്കെ തോണ്ടിയിടും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ജിസൈൽ അവിടെ വെറുതെ ഇരിക്കും, പക്ഷേ ജിസൈലിന്റെ മുഖം മൂടി ഊരിയില്ല, ബാ നമുക്ക് പൊളിക്കാം. എന്നിട്ട് അപ്പാനെയൊക്കെ പോയിട്ട് പൊളിക്കും. 10 മിനിറ്റ് കൊണ്ട് ജിസൈലിന്റെ തനി രൂപം പുറത്ത് വന്നു. കാരണം ദേഷ്യമാണോ സങ്കടം. പക്ഷെ എന്നെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും വലിയൊരു, അവർ പറയും ഞങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ സരിക ചേച്ചിനെ പ്രൊവോക്ക് ചെയ്യാൻ പറ്റുന്നേ ഇല്ല. പിന്നെ ആരോടെങ്കിലും നമ്മൾ അവരോട് തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ അങ്ങനെ ചെയ്തത്, ഞാൻ പോയിന്റ് മാത്രമേ പറയുള്ളൂ, അത് ഇന്ന കാരണമുണ്ട്, സോറി ചേച്ചി. അപ്പൊ നമുക്ക് അടുത്ത ചൂടാവാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ വളരെ രമ്യതയിലാണ് എന്റെ ഇത് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇവരെന്നെ പറയും, ചേച്ചി ഇങ്ങനെ പോയാ ചേച്ചി എന്തായാലും ഇവര് കൊണ്ടുപോകില്ല. കാരണം ഒരാൾ നമ്മളോട് പറയുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരണം എന്നല്ല, നമുക്ക് ദേഷ്യം വരും. അവിടുത്തെ ഒരു എന്താ പറയുക ട്രീറ്റ്മെന്റ് അങ്ങനെയാണ്. കാരണം ഇന്ന് നമ്മളിങ്ങനെ ചിരിച്ചിരുന്ന് ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിഞ്ഞാൽ അപ്പൊ ഒരു ടാസ്ക് വരും, ഇവർ രണ്ടുപേരെയും പറ്റി നിങ്ങൾക്ക് എന്താ പറയുക, അപ്പൊ തന്നെ ഇവർ തെറ്റി. അടുത്തത് നമുക്ക് ഒന്നാവാനുള്ള ഒരു അവസരമാണ്. അപ്പം ഇതിങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും.